നമസ്കാരം. ഇന്ത്യക്കാരനാകൂ, പാകിസ്ഥാന് മതിയായി, മതം പറഞ്ഞ് വേർതിരിക്കല്ലേ. പഹൽഗാം ആക്രമണത്തിന്റെയും തിരിച്ചടിയുടെയും പശ്ചാത്തലത്തിൽ നിരവധി പേർ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ നടത്തുന്നുണ്ട്. എന്നാൽ രാജ്യം സ്വീകരിക്കുന്ന നിലപാടുകളോടും നടപടികളോടും എല്ലാ പേരും പൂർണ്ണമായിട്ടും സഹകരിക്കുകയല്ലാതെ രാജ്യവിരുദ്ധ പരാമർശം നടത്തുകയോ ഭരണകക്ഷിയെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുകയോ അല്ല വേണ്ടത് എന്നതാണ്. നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്നും എത്രയും പെട്ടെന്ന് കരകയറുന്നതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക. അതാണ് രാജ്യസ്നേഹമുള്ളവർ ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ വിനീതമായ ഒരു അഭിപ്രായം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു യുദ്ധം ആരും ഇഷ്ടപ്പെടുന്നതല്ല. പക്ഷേ പാകിസ്ഥാൻ ഇരന്നു വാങ്ങിയ യുദ്ധവും വിനാശവുമാണിത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട ഇന്ത്യയുടെ സൈനിക നടപടി എന്ന് പറയപ്പെടുന്നത് പാകിസ്ഥാനെ അമ്പെ ഉലച്ചു കളഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ സംഹാര താണ്ഡവമാണ് പാകിസ്ഥാൻ കണ്ടത് എന്നുള്ളതാണ്. സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഇന്ത്യൻ നീക്കത്തിൽ പാകിസ്ഥാന് ശരിക്കും അടിപതറി. പാക് വ്യോമസേനയ്ക്ക് അടക്കം വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് പറയപ്പെടുന്നത്. പാകിസ്ഥാനിലുടനീളം ഒരു ഡസനിലധികം സൈനിക താവളങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളിൽ പാകിസ്ഥാനും വ്യോമസേനയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഏകദേശം 20% നിരവധി PAF യുദ്ധവിമാനങ്ങളും ഒക്കെ നശിപ്പിക്കപ്പെട്ടതായി ഔദ്യോഗിക വൃത്തങ്ങൾ അടക്കം വ്യക്തമാക്കുന്നുണ്ട്. അത്രയും വലിയ യുദ്ധമായിരുന്നു അത്. സൈനിക ജനവാസ മേഖലകളിലും പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിന് മറുപടിയായാണ് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയത്. ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. PAF-ന്റെ, അതായത് ഈ പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ F-16, F-17 യുദ്ധവിമാനങ്ങൾ അടക്കം നിലയുറപ്പിച്ചിരുന്ന സർഗോദ, ബൊലാരി തുടങ്ങിയ വ്യോമ താവളങ്ങളെ അടക്കം, അല്ലെങ്കിൽ അവിടുത്തെ പ്രധാന വെടിമരുന്ന് ഡിപ്പോകളെ അടക്കം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണമായിരുന്നു ഇന്ത്യ നടത്തിയത്. ആക്രമണത്തിൽ നിരവധി PAF യുദ്ധവിമാനങ്ങൾ നശിപ്പിക്കപ്പെട്ടതായി അറിയാൻ കഴിയുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ചക്ലാലയിലെ നൂർഖാൻ, ഷോർക്കോട്ടിലെ റഫീഖി, ചക്ലോയിലെ മുരീദ്, സുക്കൂർ, സിയാൽകോട്ട്, പസൂർ, ചുനിയൻ സർഗോദ, കൂടാതെ സർഗോദ്, ബോലാരി അടക്കമുള്ള സ്ഥലങ്ങളിൽ, സൈനിക കേന്ദ്രങ്ങളിൽ, വ്യോമതാവളങ്ങൾ ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഇന്ത്യയുടെ ആക്രമണം എന്ന് പറയുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ കണ്ടത് ഇന്ത്യയുടെ സംഹാര താണ്ഡവമായിരുന്നു എന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് പറയേണ്ടത്. പാക് വ്യോമസേനയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഏകദേശം 20% തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. നിരവധി യുദ്ധവിമാനങ്ങൾ ചാമ്പലാക്കി. സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ബ്രഹ്മോസ് മിസൈലുകൾ പോലുള്ളവ എത്തിയപ്പോൾ പാകിസ്ഥാൻ സത്യത്തിൽ അന്ധാളിച്ചുപോയി. അങ്ങനെ അവസാനം പാകിസ്ഥാൻ ഗതികെട്ട് ഇന്ത്യയുടെ കാല് പിടിച്ച് വെടിനിർത്തലിന് വേണ്ടിയിട്ട് കരഞ്ഞു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്ത്യ അതിന് തയ്യാറാവുകയും ചെയ്തു. താൽക്കാലികമായിട്ടാണെങ്കിലും യുദ്ധത്തിന് ഒരു പരിസമാപ്തി ഉണ്ടായി. ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണ നിലവിൽ വന്ന ശേഷമുള്ള 4ാം രാത്രിയും അതിർത്തി ശാന്തമാണ് എന്ന് പറയാം. കാരണം ഇന്നലെയൊക്കെ രാത്രിയും ഇന്ന് പുലർച്ചെയും ഒക്കെ ജമ്മു കാശ്മീരിലും പഞ്ചാബിന്റെയും രാജസ്ഥാന്റെയും ഗുജറാത്തിന്റെയും അടക്കമുള്ള അതിർത്തി മേഖലകളിലൊക്കെ സംഘർഷമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. എവിടെയും ഈ ഡ്രോൺ സാന്നിധ്യം കണ്ടതായിട്ടോ അല്ലെങ്കിൽ സൈന്യം തിരിച്ചടിച്ചതായിട്ടോ ഒന്നും തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിലെ പഞ്ചാബിലെ 5 അതിർത്തി ജില്ലകളിൽ സ്കൂളുകളടക്കം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന്. മാത്രമല്ല പല സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ജമ്മുവിൽ സ്കൂളുകൾ തുറക്കുവാൻ വൈകുന്ന ഒരു സാഹചര്യവുമുണ്ട്. രാജ്യത്തെ അടച്ചിട്ട എല്ലാ വ്യോമപാതകളിലും വിമാനത്താവളങ്ങളിലും നാളെയോടുകൂടി സർവീസുകൾ സാധാരണ നിലയിലേക്ക് ആകും. ഇങ്ങനെ ഒരു യുദ്ധത്തിന്റെ ബാക്കി പത്രമായി മാറുന്ന കാഴ്ചകളാണ് രാജ്യത്തിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോഴാണ് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്, പലരുടെ വായിൽ നിന്നും, സൈബറിടങ്ങളിൽ നിന്നും. പക്ഷെ എല്ലാം സൈബറിടങ്ങളിൽ നിന്ന് ഇങ്ങനെ തകർത്ത് തരിപ്പണമാക്കാണ്. ഏറ്റവും ലേറ്റസ്റ്റ് രാജ്യത്തിന് അഭിമാനമായിട്ടുള്ള സൈനിക ഉദ്യോഗസ്ഥയെ അവഹേളിച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണ് BJPയുടെ മന്ത്രി. അതാണ് കടുത്ത വിമർശനം നേരിടുന്നത്. ഇപ്പോൾ രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ സോഫിയ ഖുറേഷിക്കെതിരെയാണ് മധ്യപ്രദേശിലെ BJP മന്ത്രി കൂടിയായിട്ടുള്ള വിജയ് ഷാ അധിക്ഷേപം ചൊരിഞ്ഞിരിക്കുന്നത്. ഷായുടെ പരാമർശങ്ങൾ ഇപ്പോൾ വിവാദമായതോടെ BJP നേതൃത്വം വെട്ടിലാവുകയും ചെയ്തു. ഭീകരവാദികളുടെ സഹോദരി എന്നാണ് കേണൽ സോഫിയ ഖുറേഷിയെ മധ്യപ്രദേശിലെ BJP മന്ത്രി കൂടിയായ വിജയ് ഷാ അധിക്ഷേപിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നൽകിയ പ്രത്യാക്രമണത്തെപ്പറ്റി സംസാരിക്കുന്ന വേളയിലാണ് വിജയ് ഷാ ഇത്തരത്തിലൊരു വിവാദ പരാമർശം ഇപ്പോൾ നടത്തിയത്. അപ്പോൾ നരേന്ദ്രമോദിയെ പുകഴ്ത്തിയായിരുന്നു വിജയ് ഷായുടെ ആ പ്രസംഗം ആരംഭിച്ചതൊക്കെ. പ്രസംഗത്തിന്റെ വീഡിയോ ഒക്കെ പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെയാണ് സംഭവം വലിയ വിവാദമായത്. ഏപ്രിൽ 22-ന് കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന
ഭീകരാക്രമണത്തിന് പ്രതികാരം ചെയ്യാൻ പ്രധാനമന്ത്രി പാകിസ്ഥാനിലുള്ള ഭീകരരുടെ അതേ സമുദായത്തിൽ നിന്നുള്ള സഹോദരിയെയാണ് അയച്ചത് എന്നായിരുന്നു വിജയ് ഷായുടെ വർത്തമാനം, അല്ലെങ്കിൽ ആ പ്രസംഗത്തിൽ പറഞ്ഞത് എന്നുള്ളതാണ്. ഇന്ത്യൻ സൈന്യത്തിൽ മികച്ച റെക്കോർഡുകളുണ്ട് കേണൽ ഖുറേഷിക്ക്. അപ്പോൾ ഇവർക്കെതിരെ വിവാദ പരാമർശം നടത്തിയതിന് കനത്ത പ്രതിഷേധമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ മന്ത്രിക്ക് നേരെ നടക്കുന്നത് എന്നതാണ്. വിജയ് ഷായുടെ പരാമർശം ഇന്ത്യൻ സേനയെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് കോൺഗ്രസ് അടക്കം ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. ഷായുടെ പരാമർശങ്ങൾ അപമാനകരവും ലജ്ജാകരവുമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏത് പാർട്ടിക്കാരനോ ആകട്ടെ, അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ ആളാണെന്ന അഹങ്കാരം, ആ അഹങ്കാരമാണോ എന്ത് തന്നെ ആയാലും ഇന്ത്യക്കാരനായിട്ട് ചിന്തിക്കാനും പ്രതികരിക്കാനുമാണ് ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അല്ലാതെ മതവും ജാതിയും നോക്കിയല്ല പ്രതികരിക്കേണ്ടത്. വിമർശനം കടുത്തതോടുകൂടി ഇപ്പോൾ സോഫിയ ഖുറേഷി ഭീകരവാദികളുടെ സഹോദരി എന്ന വിവാദ പരാമർശത്തിൽ വിജയ് ഷായോട് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുവാൻ BJP തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ ധാരണയിൽ എത്തിയതിന് പിന്നാലെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ടുള്ള വിക്രം മിശ്രയ്ക്കെതിരെയും കടുത്ത സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട്. മിശ്രയെയും അദ്ദേഹത്തിന്റെ മകൾക്ക് നേരെയുമൊക്കെ അധിക്ഷേപകരമായിട്ടുള്ള കമന്റുകളാണ് സൈബർ ഇടത്തിൽ ഒരു വിഭാഗം ആളുകളിൽ നിന്നുണ്ടായത് എന്നുള്ളതാണ്. രാജ്യദ്രോഹി എന്നും ചതിയനെന്നുമുള്ള കമന്റുകളാണ് പലരും പോസ്റ്റ് ചെയ്തത്. ചിലർ മിശ്രയുടെയും മകളുടെയും പൗരത്വം തന്നെ ചോദ്യം ചെയ്തു എന്നുള്ളത്. മിശ്രയുടെ മകൾ അഭിഭാഷകയാണ്. റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നിയമസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകിയത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ചിലർ സൈബർ ഇടങ്ങളിൽ കമന്റുകളുമായി വന്നത്. അപ്പോൾ ഇതിനൊക്കെ പുറമെ ദ വയർ എന്ന മാധ്യമ സ്ഥാപനത്തിന് നേരെ അതിനെ അനുകൂലിച്ച് എഴുതിയതിനെയും ചിലർ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തി എന്നുള്ളതാണ്. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട നേവി ഉദ്യോഗസ്ഥനായിട്ടുള്ള വിനയ് നർവാളിന്റെ ഭാര്യയായിട്ടുള്ള ഹിമാംഷിക്കെതിരെയും ഇത്തരത്തിൽ സൈബർ ആക്രമണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ മുസ്ലിങ്ങളെ ലക്ഷ്യമിടുന്നതിനെതിരെ സംസാരിച്ചതിനാണ് അവർക്കെതിരെ ഒരു വിഭാഗം ഇങ്ങനെ തിരിഞ്ഞുകൊത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനോടൊപ്പം നമുക്ക് ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് ഇപ്പോൾ കേരളത്തിൽ രാജ്യവിരുദ്ധ പരാമർശം നടത്തിയെന്ന പരാതിയിൽ സംവിധായകനും സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസറൊക്കെ ആയ അഖിൽ മാരാരുടെ പേരിൽ കൊട്ടാരക്കര പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. രാജ്യത്തിന്റെ പരമാധികാരത്തെയും ഐക്യത്തെയും അഖണ്ഡതയെയും വ്രണപ്പെടുത്തുന്ന രീതിയിൽ പരാമർശം നടത്തിയെന്നാണ് പോലീസ് FIR ഇട്ടിരിക്കുന്നത് അഖിലിനെതിരെ. BNS 152 വകുപ്പ് പ്രകാരം ജാമ്യമില്ലാ കുറ്റമാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. പാകിസ്ഥാനുമായി ഇന്ത്യ വെടിനിർത്തൽ ധാരണയിലെത്തിയതിനെതിരെ അഖിൽ സാമൂഹിക മാധ്യമം വഴി പ്രതികരിച്ചിരുന്നു. മൂന്നാം കക്ഷി ഇടപെടലിനെ തുടർന്ന് പാകിസ്ഥാനെതിരായ പോരാട്ടത്തിൽ നിന്ന് ഇന്ത്യ പിന്നോട്ടു പോയി എന്നായിരുന്നു അഖിൽ മാരാർ പറഞ്ഞത്. യുദ്ധം അവസാനിപ്പിക്കണമെന്നതിന് യാതൊരു തർക്കവും വേണ്ട, എന്നാൽ അത് ആത്മാഭിമാനം അമേരിക്കയ്ക്ക് പണയം വെച്ചിട്ടാകരുത് എന്നാണ് അഖിൽ മാരാർ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചത് എന്നുള്ളതാണ്. അങ്ങനെ ഉക്രൈൻ പോലൊരു രാജ്യം പോലും അമേരിക്ക പറഞ്ഞത് കേട്ടിട്ടില്ല. ആ കാര്യം കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മോദിയെയും അഖിൽ മാരാർ വിമർശിച്ചത് എന്നുള്ളത്. അപ്പോൾ ഈ പോസ്റ്റ് വിവാദമായതിനെ തുടർന്ന് പോസ്റ്റൊക്കെ അദ്ദേഹം നീക്കം ചെയ്തു. അപ്പോൾ ഇങ്ങനെ നീക്കം ചെയ്ത പോസ്റ്റിന്റെ പേരിലാണ് ഇപ്പോൾ അഖിലിനെതിരെ കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ രാജ്യം അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളെ കണ്ടില്ല എന്ന് നടിക്കാതെ, ആരും കണ്ടില്ല എന്ന് നടിക്കാതെ മതവും ജാതിയും ഒന്നും നോക്കിയല്ല നമ്മൾ പ്രതികരിക്കേണ്ടത് എന്നുള്ളതാണ്. രാജ്യത്തിന്റെ പരമാധികാരത്തെയും ഐക്യത്തെയും അഖണ്ഡതയെയും വ്രണപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടെ ദേശവിരുദ്ധ പരാമർശവും നടത്തരുത് എന്നുള്ളതാണ്. രാജ്യസ്നേഹം ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർക്കോ മാത്രമായിട്ട് തീരെഴുതി കൊടുത്തിട്ടില്ല. നമ്മളെല്ലാം ഇന്ത്യക്കാരാണ് എന്ന ബോധമുണ്ടായാൽ മതി. നമുക്ക് പ്രതിഷേധിക്കുവാനും പ്രതികരിക്കുവാനും എല്ലാവർക്കും അവകാശമുണ്ട്. എന്നാൽ അത് രാജ്യത്തിനെ ഒറ്റിക്കൊടുക്കുന്ന തരത്തിലാകരുത്. പകരം നമ്മുടെ രാജ്യത്തിന്റെ യശസ് ഉയർത്തുന്ന തരത്തിലാകണം എന്ന് മാത്രം.